നമസ്കാരം. ജമ്മു കാശ്മീരിലെ കത്വ ജില്ലയിലെ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപമുള്ള ഗ്രാമത്തിൽ നടന്ന ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന വധിച്ച 2 ഭീകരരിൽ ജെയ്ഷെ മുഹമ്മദിന്റെ കമാൻഡർ കൂടി ഉൾപ്പെട്ടിരുന്നു എന്ന ഏറ്റവും സുപ്രധാന വിവരം പങ്കുവച്ചിരിക്കുകയാണ് സൈനിക വൃത്തങ്ങൾ. നൈറ്റ് സ്കോപ്പും അതിനോടൊപ്പം തന്നെ ഫ്രീക്വൻസി സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉപകരണവുമുള്ള M4 റൈഫിളുകളാണ് ജെയ്ഷെ കമാൻഡർ കൈവശം വച്ചിരുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിനും നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും വേണ്ടി വാങ്ങിയ മൈക്രോ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉപകരണമാണ് ഇയാൾ ഉപയോഗിച്ചു പോന്നിരുന്നത്. ഈ ആഴ്ച ജമ്മു കാശ്മീരിലെ റിയാസി, കത്വ, ദോഡ ജില്ലകളിലായി 4 ഭീകര ആക്രമണങ്ങളാണ് നടന്നിട്ടുള്ളത്. ഒരു CRPF ജവാനും അതിനോടൊപ്പം തന്നെ 2 തീവ്രവാദികളും ഉൾപ്പെടെ 11 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. റെയ്സിൽ നടന്ന ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നീ ഭീകര സംഘടനകളുടെ ഉന്നത നേതൃത്വം പാകിസ്ഥാനിലെ റാവലകോട്ടിൽ യോഗം ചേർന്നിരുന്നു എന്നുകൂടി സംശയിക്കപ്പെടുന്നുണ്ട്. ഭീകരർ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് നിലവിൽ സുരക്ഷാ സേന കനത്ത ജാഗ്രതയിൽ തന്നെ തുടരുകയാണ്. സൈന്യം വധിച്ച ഭീകരരിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡർ ആണ് എന്നുള്ള വിവരം തന്നെയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.